നമസ്കാരം. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, ഒരു പുതിയ മരുന്ന് ലബോറട്ടറിയിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഫാർമസിയിലെത്താൻ എത്ര കാലമെടുക്കുമെന്ന്? ആ ഒരു നീണ്ട, അതേസമയം വളരെ സങ്കീർണമായ യാത്രയുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ഒരു പുതിയ മരുന്ന് വികസിപ്പിച്ചെടുക്കാൻ 10 വർഷത്തിലധികം സമയവും കോടിക്കണക്കിന് രൂപയും വേണ്ടിവരുന്നത്? ഈ യാത്രയിലെ ഓരോ ഘട്ടത്തിലൂടെയും പോകുമ്പോൾ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഇതിന്റെ ഉത്തരം തുടങ്ങുന്നത് തന്നെ ഈ അവിശ്വസനീയമായ ഒരു കണക്കിൽ നിന്നാണ്. 10,000-1. അതായത് ഒരു മരുന്നായി മാറിയേക്കാം എന്ന പ്രതീക്ഷയിൽ പരീക്ഷണം തുടങ്ങുന്ന 10,000 വ്യത്യസ്ത സംയുക്തങ്ങളിൽ വെറും ഒരെണ്ണം മാത്രമാണ് അവസാനം വിജയിച്ചു പുറത്തുവരുന്നത്. ഇതൊരു വലിയ പോരാട്ടം തന്നെയാണല്ലേ? അപ്പോ ഈ യാത്രയുടെ തുടക്കം എവിടെ നിന്നാണെന്നോ? ലബോറട്ടറിയിൽ നിന്ന്. ഇവിടെ ഒരു ഹീറോ മാത്രമല്ല ഉള്ളത്, മറിച്ച് ആയിരക്കണക്കിന് സാധ്യതകളാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. 10,000-ഓളം വരുന്ന വ്യത്യസ്ത രാസസംയുക്തങ്ങളെ സ്ക്രീൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രക്രിയ തുടങ്ങുന്നത്. ഒരു പ്രത്യേക രോഗത്തിനെതിരെ ഇതിലേതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ഒരു ഫലം കാണിക്കാൻ പറ്റുമോ എന്നാണ് ശാസ്ത്രജ്ഞർ ഇവിടെ പരിശോധിക്കുന്നത്. ഈ കഠിനമായ ആദ്യഘട്ട പരിശോധനകൾക്ക് ശേഷം ചെറിയൊരു സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഏതാനും 100 മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. ഒന്നോർക്കണം, നമ്മൾ തുടങ്ങിയത് 10,000-ൽ നിന്നാണ്. ഇപ്പോഴത് ഏതാനും 100 ചുരുങ്ങി. ഇനി നമ്മള് പ്രീ ക്ലിനിക്കൽ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. നമ്മുടെ ഈ മരുന്ന് അതിന്റെ കഴിവ് തെളിയിക്കാൻ നേരിടുന്ന ആദ്യത്തെ ഒരു വലിയ പരീക്ഷണം എന്ന് തന്നെ ഇതിനെ പറയാം. ഏകദേശം ഒരു 250 സംയുക്തങ്ങളാണ് പ്രീ ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് ഇവയെ ലാബിലെ കോശങ്ങളിലും പിന്നീട് മൃഗങ്ങളിലും പരീക്ഷിച്ചു നോക്കും. ഇത് സുരക്ഷിതമാണോ, ഇതിന് എന്തെങ്കിലും അടിസ്ഥാനപരമായ ഫലമുണ്ടോ എന്നൊക്കെ ഉറപ്പിക്കാനാണിത്. അപ്പോ എന്താണ് ഈ പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുൻപ് ഒരു മരുന്ന് സുരക്ഷിതമാണോ, അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടുന്നുണ്ടോ എന്നൊക്കെ കോശങ്ങളിലും മൃഗങ്ങളിലും പരീക്ഷിച്ചുറപ്പുവരുത്തുന്ന ഏറ്റവും നിർണായകമായൊരു ഘട്ടമാണിത്. ഈ അടിസ്ഥാന സുരക്ഷാ പരിശോധനകളൊക്കെ കഴിഞ്ഞാലും വളരെ കുറച്ചെണ്ണത്തിന് മാത്രമേ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കൂ. പരാജയങ്ങളുടെ എണ്ണം ഓരോ ഘട്ടത്തിലും കൂടിക്കൂടി വരുന്നത് കണ്ടില്ലേ? ഇനിയാണ് ഈ യാത്രയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. ക്ലിനിക്കൽ ട്രയലുകൾ, അതായത് മനുഷ്യരിലുള്ള പരീക്ഷണങ്ങൾ. ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവും കഠിനവുമായ ഘട്ടം. നമ്മുടെ ഹീറോ മോളിക്യൂൾ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഓർത്തു നോക്കൂ, നമ്മൾ തുടങ്ങിയത് 10,000 സംയുക്തങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് അരിച്ച് പെറുക്കി വെറും 5 മാത്രമാണ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ തക്ക സുരക്ഷിതമാണെന്ന് കണ്ടെത്തി ഈ ഘട്ടം വരെ എത്തുന്നത്. ശരിക്കും അവിശ്വസനീയമല്ലേ? ഈ ക്ലിനിക്കൽ ട്രയലുകളെ നമുക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. 1-ാം ഘട്ടം സേഫ്റ്റി ടെസ്റ്റാണ്, അതായത് സുരക്ഷാ പരിശോധന. 2-ാം ഘട്ടത്തിൽ മരുന്ന് ഫലപ്രദമാണോ എന്ന് നോക്കും. പിന്നെ 3-ാം ഘട്ടം, അത് ആയിരക്കണക്കിന് ആളുകളിൽ നടത്തുന്ന വലിയ തോതിലുള്ള ഒരു പരീക്ഷണമാണ്. ഈ ഓരോ ഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 1-ാം ഘട്ടത്തിൽ, അതായത് ഫേസ് 1-ൽ 20 മുതൽ 100 വരെ ആരോഗ്യമുള്ള വോളണ്ടിയർമാരിലാണ് ഇത് സുരക്ഷിതമാണോന്ന് നോക്കുന്നത്. ഇത് കുറച്ചു മാസങ്ങൾ നീളും. 2-ാം ഘട്ടത്തിലാവട്ടെ 100 കണക്കിന് രോഗികളിൽ ഇത് ഫലപ്രദമാണോന്ന് പരിശോധിക്കും. ഇതിന് 2 വർഷം വരെ എടുത്തേക്കാം. 3-ാം ഘട്ടത്തിൽ ആയിരക്കണക്കിന് രോഗികളിൽ നിലവിലുള്ള ചികിത്സകളേക്കാൾ ഇത് മികച്ചതാണോന്ന് നോക്കും. ഇത് 4 വർഷം വരെ നീണ്ടുപോയേക്കാം. ഈ ഒരു വാചകം കേട്ടുനോക്കൂ. ക്ലിനിക്കൽ ട്രയൽ എന്ന മാരത്തണിലാണ് നമ്മുടെ മിക്ക ഹീറോകളും വീണുപോകുന്നത്. സാധ്യതകൾ വളരെ കുറവാണ്, പക്ഷെ ഈ പ്രക്രിയ എല്ലാത്തിനുമുപരിയായി രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. ഈ വാക്കുകൾ മാത്രം മതി ഈ ഘട്ടത്തിന്റെ പ്രാധാന്യവും അതിലെ വെല്ലുവിളികളും മനസ്സിലാക്കാൻ. അപ്പോ ഇത്രയും പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചാലും നമ്മുടെ മരുന്ന് ഒരു അവസാന കടമ്പ കൂടി കടക്കേണ്ടതുണ്ട്. അതാണ് സർക്കാർ ഏജൻസികളുടെ അംഗീകാരം. ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഒരു മലയോളം വരുന്ന ഡേറ്റ അമേരിക്കയിലെ FDA പോലുള്ള റെഗുലേറ്ററി ബോഡികൾക്ക് സമർപ്പിക്കണം. അവർ ഓരോ പേജും വിശദമായി പരിശോധിക്കും. ഈ അംഗീകാരം കിട്ടുന്ന പ്രക്രിയയ്ക്ക് മാത്രം 2 വർഷം വരെ സമയമെടുക്കാം. അംഗീകാരം കിട്ടിയാലും യാത്ര തീരുന്നില്ലട്ടോ. മരുന്നിനൊരു ബ്രാൻഡ് നെയിം കിട്ടും, ഉൽപാദനം വലിയ തോതിൽ തുടങ്ങും, പിന്നെ ഏറ്റവും പ്രധാനമായി ഫേസ് 4 ട്രയലുകൾ ആരംഭിക്കും. അതായത് മരുന്ന് മാർക്കറ്റിൽ എത്തിയതിനു ശേഷം സാധാരണ ജനങ്ങളിൽ എന്തെങ്കിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന തുടർപഠനങ്ങൾ. അപ്പോ നമുക്ക് നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഇത്രയധികം സമയവും പണവും ഇതിനു വേണ്ടിവരുന്നത്?
ഇത്രയും ഘട്ടങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാകും അല്ലേ? ഈ യാത്രയുടെ ദൈർഘ്യമൊന്ന് നോക്കിക്കേ. 3 മുതൽ 6 വർഷം വരെ കണ്ടെത്താനും സ്ക്രീൻ ചെയ്യാനും മാത്രം വേണം. പിന്നെ 1 മുതൽ 2 വർഷം വരെ പ്രീ ക്ലിനിക്കൽ ഗവേഷണത്തിന്, 6 മുതൽ 7 വർഷം വരെ ക്ലിനിക്കൽ ട്രയലുകൾക്ക്, അത് കഴിഞ്ഞ് 1 മുതൽ 2 വർഷം വരെ അംഗീകാരത്തിനായി കാത്തിരിക്കണം. ഇതെല്ലാം കൂട്ടുമ്പോഴാണ് 10 വർഷത്തിൽ കൂടുതൽ സമയം വരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം? ഇതിലെ ഭൂരിഭാഗം സമയവും, അതായത് ഏകദേശം 7 വർഷത്തോളം കർശനമായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. ബാക്കിയുള്ള സമയം രോഗികളുടെ സുരക്ഷയും സർക്കാർ നിയന്ത്രണങ്ങളും ഉറപ്പാക്കാനും പിന്നെ ഡേറ്റ കൈകാര്യം ചെയ്യാനുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ 10 വർഷത്തെ യാത്ര വെറുമൊരു കാലതാമസമല്ല, മറിച്ച് ആയിരക്കണക്കിന് പരാജയങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് സുരക്ഷിതവും അതേസമയം ഫലപ്രദവുമായ ആ ഒരേയൊരു മരുന്ന് കണ്ടെത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു വലിയ അരിപ്പയാണ് ഈ പ്രക്രിയ. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, mRNA പോലുള്ള പുതിയ ടെക്നോളജികൾ വരുന്ന ഈ കാലഘട്ടത്തിൽ മരുന്ന് വികസിപ്പിക്കാനുള്ള ഈ 10 വർഷത്തെ യാത്രയ്ക്കൊരു മാറ്റം വരുമോ? അതെന്നേക്കുമായി മാറാൻ പോവുകയാണോ? നമുക്ക് കാത്തിരുന്ന് കാണാം.